വരുമോ നീ തിങ്കളേ തിങ്കളേ. തല നിൽക്കുമ്പോ വാലാട്ടണ്ട. വസുന്ധരേ, തോപ്പിൽ തറവാട്ടിലാണൊരുത്തൻ ജഗന്നാഥനാ. അത് പോകാൻ. ശരിയാ, അവളാ പ്രസവിച്ചത്. പക്ഷെ ജാതകപ്രകാരം അച്ഛന്റെ ഘാതകയാവുന്ന വെളിപ്പാടുണ്ടായി. തറവാട് കുലമുടിക്കുമെന്നും പ്രസവിച്ചുടൻ ആ കുഞ്ഞിനെ വഴിവെക്കിൽ ഉപേക്ഷിക്കാൻ കൊടുത്തുവിട്ടു. പക്ഷെ നന്ദിയില്ലാത്ത വേലക്കാരി അതിനെ പോറ്റി വളർത്തി. ഞാൻ അവളുടെ പിതാവൊന്നുമല്ല, ഈ തറവാട് അവളുടെ കുടുംബ വീടുമല്ല. അതുകൊണ്ട് മേലിൽ അവളുടെ കാര്യം പറഞ്ഞ് ഈ പടികടന്നകത്തേക്ക് വരരുത്. അരക്കെട്ടിൽ ഒളിപ്പിച്ച തോക്കുമായി ഞാൻ അവളെ തേടി നടക്കുക. അവളെ കൊന്നുവാ. ആ സന്തോഷ വാർത്ത എന്നെ അറിയിച്ചാൽ 100 പൊൻപവൻ ഈ ജഗന്നാഥൻ സമ്മാനം തരും ഈ പെൺപുളികൾക്ക്. ഇറങ്ങാം. ജഗന്നാഥന്റെ മണ്ണിൽ ഇനി ഒരു നിമിഷം നിന്ന് പോകരുത്. ഈ തോക്ക് കണ്ടെന്നും ചെതറി ഓടുന്നവരല്ല ഞങ്ങള്. പക്ഷെ ഇപ്പൊ പോകുന്നു, തിരിച്ചു വരും. തോപ്പിൽ ജഗന്നാഥൻ സ്വന്തം മകളുടെ ഘാതകർക്ക് നൽകുന്ന 100 പൊൻപവൻ സമ്മാനമായി ഏറ്റുവാങ്ങാൻ. നിൽക്കവിടെ. ഇടിവെട്ടേറ്റ് മരിക്കും നിങ്ങൾ. സ്വന്തം സന്തതിയെ കൊന്നുവന്ന 100 പൊൻപവൻ സമ്മാനമായി നിശ്ചയിച്ച നീചൻ. മകൾക്ക് വേണ്ടി കരുതി വെച്ച ബുള്ളറ്റുകളായതിൽ ഇതൊന്ന് വലിച്ചാ മതി. തീർന്നു നിന്റെ കഥ. കൊല്ല്, വെടിവെച്ച് കൊല്ലെന്നെ. സന്തോഷത്തോടെ മരിക്കും ഞാൻ. കൊല്ല്, കൊല്ലെന്നെ. ഇല്ലടി, സ്വന്തം മകളുടെ മരിച്ചു വിറങ്ങലിച്ച ദേഹം നിന്റെ മടി കൊണ്ടിട്ട് തരാതെ നിന്നെ ഞാൻ കൊല്ലില്ല. അവള് മരിക്കും വരെ ഇട്ട് നരയിപ്പിക്കും നിന്നെ ഞാൻ. ആ വന്നവർ മോശക്കാരല്ല. രണ്ടുപേരുടെയും കണ്ണിൽ കത്തുന്ന കനല് ഞാൻ കണ്ടു. അവർ നിന്റെ മോളെ കണ്ടെത്തും, കൊല്ലും. എനിക്കുറപ്പുണ്ട്. 100 പൊൻപവൻ ഞാൻ അവർക്ക് സമ്മാനിക്കും. അവര് കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും അവളെ. ഇനി എന്തു ചെയ്യും? വൈകും തോറും സേതുവിന്റെ ജീവൻ അപകടത്തിലാവും. നമ്മുടെ ഒന്നാമത്തെ പദ്ധതി പൊളിഞ്ഞുപോയി. അവൾക്ക് ദൈവാധീനുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു രക്ഷയുമില്ലെങ്കിൽ ബാലാമണി പിടിച്ചുകെട്ടി വായിൽ തുണി തിരികെ കയറ്റിയ ശേഷം കുഞ്ഞിനെ ബലമായി ആ മഹേന്ദ്രനെ ഏൽപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. വിട്ടിത്തും പറയാതെ. അവള് ബഹളം വെച്ച ആളുകളെ കൂട്ടിയാ നിങ്ങളെ എറിഞ്ഞുകൊല്ലും. പിന്നെ എന്തു ചെയ്യും? നീ പറഞ്ഞ ബുദ്ധിപ്രകാരം ചെയ്തു നോക്കി. ആ പദ്ധതി ഒട്ട് വിജയിച്ചുമില്ല. അങ്ങനെ എല്ലാ സമയത്തും നമ്മുടെ ലക്ഷ്യം നിറവേറണമെന്നില്ല. അടവുകൾ തെറ്റാം. കൃത്യമായി വിജയിപ്പിക്കാൻ നമ്മൾ ഈശ്വരന്മാരുടെ അവതാരമൊന്നുമല്ലല്ലോ. എന്നാ ഒരു പോംവഴി നീ വേറെ പറ. നമുക്ക്
തന്ത്രത്തിൽ ബാലയെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണം. എന്നിട്ട് മഹേന്ദ്രനെ ആരും അറിയാതെ വിളിച്ചു വരുത്താം. നമ്മളെ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറിയാ മതി. മഹേന്ദ്രൻ തട്ടിയെടുത്തോളും കുഞ്ഞിനെ. എവിടേക്കാന്ന് പറഞ്ഞാ പുറത്ത് കൊണ്ടുപോകുന്നത്? ആശുപത്രി പോവാനാന്ന് പറയണം. സ്നേഹം നടിച്ചടുത്തുകൂടി എങ്ങനെ സമ്മതിപ്പിക്കണം? അക്കാര്യം ഞാനേറ്റു. എന്നാ വൈകണ്ട, ഇപ്പൊ തന്നെ തന്ത്രം പ്രയോഗിച്ചു നോക്കാം. പിന്നെ സൂക്ഷിച്ചു വേണം, ഈ അടവ് പൊളിയരുത്. അമ്മ എല്ലാരും എന്റെ അമ്മയെ ഉപദ്രവിക്കാൻ നോക്കുക. എല്ലാ അമ്മയുടെ ചിഞ്ചുമ്പോൾ അറിയുന്നുണ്ട്. കുഞ്ഞാവയും കൊണ്ട് പുറത്തു പോവാനാണെന്ന് പറഞ്ഞ് അവർ വീണ്ടും വരും. അമ്മ പോയേക്കരുത്. അമ്മ പോയാ ആ മഹേന്ദ്രനെ വിളിച്ചു വരുത്തി അവരെ കുഞ്ഞാവെ പിടിച്ചെടുക്കും. ചിഞ്ചു ചിഞ്ചു പോളെ ചിഞ്ചു പോളെ
അവളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കുമായിരുന്നോ? എപ്പോഴും എന്റെ മനസ്സിൽ ദേവി മാത്രമായിരുന്നു. ഈ മുഖം മാത്രം. അറിയാത്ത നാട്ടിൽ ആദ്യരാത്രി. എന്തിനാ മക്കളെ ഇങ്ങനൊരു സാഹസം? ചേച്ചിമാർ അറിയില്ലെന്ന് കരുതിയോ നിങ്ങള്? കഷ്ടം. ഞങ്ങള് തോറ്റു നിങ്ങളുടെ മുമ്പിൽ. പരസ്പര സ്നേഹത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു മക്കളെ. കൂട്ടിക്കൊണ്ടു പോവാൻ വന്നത്. ഒരിക്കൽ ഞങ്ങളായിട്ട് നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ ആദ്യരാത്രിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വരണം. നിങ്ങളുടെ ജീവിതം തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാവണം മക്കളെ. വാ കിഷൻ, വരൂ ദേവിക, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അതെ മക്കളെ. ഇന്നു മുതൽ ഞങ്ങൾ മാറുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ജീവിതം ഞങ്ങളും തുടങ്ങുന്നു. സത്യമാണോ? സത്യമാണോ ഇതൊക്കെ? സത്യമാണ് മോനെ. വരൂ, ദേവികയും കൂട്ടി വീട്ടിലേക്ക് വാ. വാ മോളെ. വാടി. വാ ദേവി, നമുക്കവരോ. കിഷൻ, ഇതിലെന്തോ ചതിയുണ്ട്. ഇല്ല ദേവി, അവർക്ക് നല്ല മനസ്സ് തോന്നിയതാ. നമ്മുടെ ചേച്ചിമാർ നമ്മളെ ചതിക്കില്ല. വാ. വേണ്ട കിഷൻ. വരൂ ദേവി, വന്നോളൂ. നമ്മുടെ വീട്ടിലേക്കല്ലേ, വരൂ. വാ. നിൽക്ക്. കൗസല്യ, അകത്ത് പോയി ദീപം തെളിയിച്ചോണ്ട് വാ. ശരി. സഹോദരിമാർ വരച്ച വരയ്ക്കുള്ളിൽ അച്ചടക്കമുള്ള ആങ്ങളയായി ജീവിച്ച ഞങ്ങളുടെ കിഷനെ ഞങ്ങളെ തോൽപ്പിച്ച് ദേവിക ഒരിക്കൽ സ്വന്തമാക്കി.
അന്ന് വിജയിക്കാൻ വേണ്ടി ഞങ്ങളൊരു കടന്ന കൈ ചെയ്തു. മണിയറയിൽ നിന്നും വലിച്ചിറക്കി ഈ പടി കടത്തിവിട്ടു. വീണ്ടും ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരുമ്പോ ഐശ്വര്യം ദേവിക്കൊപ്പം ഞങ്ങളുടെ കുടുംബത്തും വന്നു കയറണം. എല്ലാം മംഗളമാവാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് കയറ്. വാങ്ങിക്കോളൂ ദേവി. വലത്തുകാലം വെച്ച് കയറുമോളെ. കയറിക്കോളൂ.